ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായൊരു സെമിയ ഡെസേർട്ട് തയ്യാറാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ചൗവരി ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിർത്തെടുക്കാം. ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ്. ഇത് പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സേമിയയുടെ പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരിയും കൂടി ചേർത്ത് നമുക്ക് രണ്ടും നന്നായി വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് പഞ്ചസാര സേമിയയിലും ചോരയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. മാത്രമല്ല പാലൊരൽപ്പം കുറുകിയിട്ടുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പുറത്തിരുന്നൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ചിരിക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടും. ഇപ്പോൾ 2-3 മണിക്കൂർ വെച്ചിരുന്നിട്ട് എടുത്തതാണ്. നമ്മുടെ സേമിയ നന്നായിട്ട് തണുത്ത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഒരു ആപ്പിൾ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ബ്ലാക്ക് മുന്തിരി അതുകൂടി ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഴം കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. റോസ് സിറപ്പും ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്യാം. റോസ് സിറപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിനെ കൂടി ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇടാം. 1 ടേബിൾ സ്പൂൺ ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പിസ്ത, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് എല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ ഡെസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. നോമ്പിനും ക്ഷീണത്തിനും ചൂട് സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനതിന് തീർച്ചയായും മറുപടി പറയുന്നതാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.